കേറുണ്ടോ? സ്വന്തം കുട്ടീനെ പഠിപ്പിച്ചില്ല, സ്വന്തം ഭാര്യനെ പോലും ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെയാണ് സാറേ ഞാൻ ഈ സൈഡിലുണ്ട് കേട്ടാ, ഞാൻ എന്തിനു മ്യൂട്ടാക്കുന്നുണ്ടേ. വീട്ടിൽ ഒരാള് ടെൻഷൻ അടിച്ച പോരെന്ന് പറയുന്നത്. എവിടെ എവിടെ വിനോദൻ, എന്താ പരിപാടി? ആ ഡ്രൈവിംഗ് വീട്ടിലേക്ക് വേണ്ടി ആ ആണല്ലേ. ആ നസീബ്രോനെ ഗ്രൂപ്പ് കാണില്ല കേട്ടോ. എസ് പനി പിടിച്ച് എടുക്കാണല്ലോ. ആണല്ലേ. ഓക്കെ ഓക്കെ. സാറേ എസ് എൽ ഞാൻ ഈ എന്തായി, ഇപ്പൊ പോയ സൈഡിലുണ്ട് ബൈ കേട്ടാ. എടുത്തതാ? ഇല്ല, ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് അതെ ഇന്നലെ നോക്കിയിട്ടില്ല മാർക്കറ്റ്. അതെ, ആ നന്നായി. ഷെഫീർക്ക എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്, വീട്ടിലായതുകൊണ്ട് ഭയങ്കര വോയിസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ആ ചെയ്തു. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പോയ ബൈ പെട്ടെന്ന് കട്ടാക്കി നിങ്ങള്. ഷാബാസ്, ഷെഫി പെട്ടെന്ന് കട്ടാക്കി. ആണല്ലേ. ഓക്കെ. സിന്ധു നല്ല കേക്കണില്ലേ? താഴത്തേക്ക് വീണില്ല, അതുപോലെ പോയാലോന്ന് വെച്ചിട്ട്. ആ വന്നതും ഇമ്പൾസീവ് ആയിട്ടാ വന്നത്. ആ വരുന്ന വരവും സ്ട്രോങ് ആയിരുന്നു, പോകുന്നതും സ്ട്രോങ് ആയിട്ടാണ് പോയത്. ഒരു ബയ്യ വന്നിക്കണല്ലേ, ഞാൻ നേരത്തെ ഉറങ്ങി. ഒന്നിപ്പോ നീച്ച് നോക്കിയപ്പോ നല്ല സെല്ല് ചെയ്തു, അപ്പൊ അങ്ങനെ കൂട്ടിയത്. അതല്ലേ, ഞാൻ ഉറങ്ങിയപ്പോ പോയി കാര്യം. അവിടെ മാർക്കറ്റ് അറിഞ്ഞു സംഭവം. അത് നല്ല പോക്ക പോയത്. കുറച്ച് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് പോവാണ് ചെയ്തത്. ഇനി നമുക്ക്, ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഒരുവിധം ആളുകളൊക്കെ എത്തിയെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ എവിടെ? സ്ക്രീൻ ഇന്ന് പകലൊക്കെ വൻ ഷോക്ക് ആയിരുന്നു കേട്ടോ. മാർക്കറ്റ് കണ്ടിരുന്നല്ലേ, ഫുള്ള് റേഞ്ച് ആയിരുന്നു. മാർക്കറ്റ് ഫുൾ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹൈ ടൈം ഫ്രെയിം ഒന്ന് നോക്കാം, 1 അവർ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോ 1 അവർ നോക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ടേ. മാർക്കറ്റ് എവിടെ എത്തണം? ഇവിടെ എത്തുന്നു. ഈ ഇത് എത്ര, 50 അല്ലേ? 50. എന്താ ഈ ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്ത് നോക്കാം, സെല്ല് നോക്കാൻ പറ്റുന്ന ഏരിയയാണ് ഇതാ ഈ ഒരു OB. അപ്പൊ ശരിക്കും ഈ ക്യാനലാണ് നമ്മൾ ഈ ലിക്വിഡിറ്റിയും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം കൺഫേം ആയിട്ടുള്ള ഒരു സെല്ലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഹൈ ടൈം ഫ്രെയിം ഒന്നും നോക്കാനില്ല. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നതാണ്, ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു 75 ഏരിയ കറക്റ്റ് അത് ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയതൊക്കെ. ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ബൈ ആണ് മാർക്കറ്റ് പോവുക. ഇതിനിപ്പോ ബൈ ചെയ്യാനുള്ള ഒരു ഏരിയ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ കേട്ടോ. അത് ഇമ്പൾസീവ് ആയിട്ട് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്കറും ഒരു ചെറിയ ബൈ കിട്ടും നോക്കാം. കുറച്ചായി ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ, ജുമൊക്കെ പോകൂലേ ഓടുമ്പോ കൊടുക്കണാണല്ലോ. ആ ഏതോ ഒന്ന് മ്യൂട്ടാക്കി വെച്ചോളൂ കേട്ടോ, അത് ഏതാണെങ്കിലും സൗണ്ട് വല്ലാണ്ടുള്ളത്. അതെ ഇവിടുത്തെ ഞാൻ പറഞ്ഞു എവിടുത്തെ ആ ഉസ്താദ്മാര് ഇത് ഇവിടെ ശരിക്കുമ്പോൾ നിന്നിട്ട് പിന്നെ ഇത് ചെയ്യണം. അവര് സാറ്, നബീൽ ബ്രോ, എല്ലാരും ബിസിക്കാരാണോ? സുനിലേട്ടൻ ഉണ്ടോ? സുനിലേട്ടൻ. ആ ഉണ്ട് സാറേ, ഉണ്ട്. ഓക്കെ. പിന്നെ വിജയ് ബ്രോ എല്ലാം ഡ്യൂട്ടിയിലാവും. ഗൗതം ബ്രോ കേൾക്കുന്നില്ലേ? ആ, ഗേസ് നമുക്കൊരു സെല്ല് കിട്ടുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ബൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പൊ മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് ആയിട്ട് പോയിട്ടുള്ളതല്ലേ. ഇമ്പൾസീവ് ആയിട്ട് പോയത് കൊണ്ട് ഇപ്പൊ പോയതിന്റെ ഒരു കറക്ഷൻ ഇപ്പൊ ഏകദേശം ഒരു 20 മാർക്കറ്റ് ഏകദേശം 40 വരെ $20 മൂവ്മെന്റ് വന്നു. ഇനിയിപ്പോ ഇതിനൊരു കറക്ഷൻ വരുന്നുണ്ടാവും. ട്രെൻഡ് അപ്പ് ആണ് കേട്ടോ, ട്രെൻഡ് അപ്പ് തന്നെയാണ്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഒക്കെ ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറിയൊരു സെല്ലൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്നും ആയിട്ടില്ല. 5 മിനിറ്റിലെങ്കിലും ഒരു പിൻബാർ ഒക്കെ വന്നിട്ട് നെക്സ്റ്റ് ക്യാനലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം സെല്ലിന്. പിന്നെ ബൈ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ താഴെ എത്തിയിട്ട് ബൈക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളതൊന്ന് നോക്കണം. താഴെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണ്. ഓൾറെഡി ഇത്ര കയറിയതുകൊണ്ടേ
ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബിങ്ങും ഇംബാലൻസ് ഫില്ലിങ്ങും എല്ലാം കൂടെ ആവുമ്പോൾ ചെറിയൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എസ് എൽ വരികയാണെങ്കിൽ 42. ഇതൊരു സെൽ ക്യാൻഡിലായിട്ട് ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കിയിട്ട് കൺഫർമേഷൻ നോക്കിയിട്ട് ഞാൻ പറയാം. എന്നിട്ട് സെല്ല് ഒന്ന് എടുക്കാം കേട്ടോ, ചെറിയൊരു സെല്ല് എടുക്കാം. അതിനുശേഷം പിന്നെ ബൈ കിട്ടുമോ നോക്കാം. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോയതിന്റെ ഒരു 50% മാർക്കറ്റ് ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പൊ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പകുതി ഇറങ്ങുന്നുണ്ടാവും. ഒരു 30 വരെയൊക്കെ വരും. അത് കൺഫേം ആവാണ്ട സെല്ല് എടുക്കൽ പറ്റില്ല, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ഗേസ് ഒരു 42 എസ് എൽ വെച്ചിട്ടേ സെല്ല് എടുക്കണം. ആയിട്ടില്ല, പറയാട്ടോ. 42 സ്റ്റോപ്പ് ലോസ് വരും. ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് എടുക്കാം. വെയിറ്റ് ചെയ്യൂട്ടോ. സെല്ല് കൊടുക്കൂട്ടോ, സെല്ല് കൊടുത്തോളൂ. 42 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യാം. വലിയ ലോട്ടൊന്നും ഇടണ്ട കേട്ടോ, അത് കുറച്ച് ഓപ്പോസിറ്റ് ഇതിലേക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയതിട്ടാൽ മതി. ഇതിന്റെ മുകളിലാണ് എസ് എൽ പറഞ്ഞിട്ടുള്ളത്. ടി പി ആയിട്ട് നമുക്കൊരു 30 വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങും. ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 28.5 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇറങ്ങണം. നോക്കാട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ ബൈ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഇതിന്റെ 50% എന്നൊക്കെയാണ് ബൈ പോവുക. 24 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടാവും. നോക്കാം. വിഷ്ണു ഭായ് ടാർജറ്റ് എത്രയാ പറഞ്ഞത്? ടാർജറ്റ് ഒരു 31 വെച്ചോളൂ. 30-31 നോക്കട്ടെ അതെന്താ അവസ്ഥ നോക്കട്ടെ. 15 മിനിറ്റ് ക്ലോസ് ആയി കിട്ടണം, എന്നാലാണ് ഉറപ്പാവുക. ജിഷ്ണു ബ്രോ, ഉം. ഇനി മാർക്കറ്റ് അഥവാ അടിക്ക് സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ 3319 വരെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അതിലിപ്പോ എടുത്തു പോയത് 3320 വരെയുള്ള എടുത്തു പോയിട്ടുള്ളൂ. 3019 വരെ ഉള്ളത് ഇപ്പൊ എടുത്തു അല്ലെ? 19 എടുത്തിട്ടില്ല, 20 വരെ എടുത്തിട്ടുള്ളൂ. 19 കൂടെ ചേർത്ത് എടുക്കണേന്ന് കഴിഞ്ഞപ്പോ എന്തായാലും വരുന്നുണ്ടാവില്ലേ? അല്ലടാ, ഇത് ലിക്വിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കറക്റ്റ് സ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോ വരും, പിന്നെ ഇത് ഹൈ അല്ലേ വരാം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ലിക്വിഡിറ്റീസാ. ഇതൊക്കെ ലിക്വിഡിറ്റി വരുന്നത്. ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ലിക്വിഡിറ്റി, കണ്ടോ? ഓക്കെ. ഇവിടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ നേരത്തെ ഇറങ്ങിയ സമയത്ത്. കറക്റ്റ് സ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം.
ഇത് കണ്ടോ സ്ട്രക്ചർ വരുന്ന ഇങ്ങനെ ഇങ്ങനെ വരിക. ഹൈ വന്ന് ലോ വന്ന് ഹൈ വന്ന് അടുത്ത ലോ വന്ന് അടുത്ത ഹൈ പോയി, പിന്നെ ഇവിടെ ലോ വന്ന് ഇവിടെ ഹൈ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇതില് മാർക്കറ്റ് എടുത്തത് ഇപ്പൊ ഏതൊക്കെ ഹൈ ലോ എടുത്തു? ഈ ലോ എടുത്തു, ഈ ഓക്കെ ലോ എടുത്തു, അതിനുശേഷം ഈ ലോ എടുത്ത് കറക്റ്റ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പോവാ ചെയ്തത്. ഓക്കെ അതിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് ആണ് എടുത്തത്. അങ്ങനെയല്ലേ നോക്കണ്ട്. ആ അതെ അതെ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു, ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു. ഓക്കെ പിന്നെ ഇത് 5 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടെ നല്ല ആ OB ഇങ്ങനെ കറക്റ്റായിട്ടൊരു വിക്ക് കാണും. കണ്ടോ ഇവിടെ കണ്ടോ ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റി മൊത്തം എടുത്തു. അപ്പോ ഇവിടെ ഈ ഒരു കേസിൽ ഈ വരുന്ന വരവിൽ ഇത് എത്രത്തോളം ലിക്വിഡിറ്റി എടുക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. ഇല്ലല്ല. അപ്പൊ അറിയില്ല. അപ്പൊ ഇത് ഓരോ ഏരിയയിൽ വന്ന് നിൽക്കുന്ന ഈ ബൈ എടുക്കാൻ ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ, കൺഫർമേഷൻ ക്യാൻഡിൽ കൺഫർമേഷൻ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഒന്നിലും ഒരു ബുള്ളിഷിന്റെ ഒരു ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് വിചാരിക്കുന്നത് പോവാണ് ചെയ്തത്. പിന്നെ വേറെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെയും കുറച്ചും കൂടെ ഒരു നല്ല രീതിക്ക് പോവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇതാണ്. കാരണം ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഭാഗത്തുണ്ടായിരുന്നു, പക്ഷെ മാർക്കറ്റ് അങ്ങോട്ടൊന്നും ഇറങ്ങും ചെയ്തിട്ടില്ല. അതാണ് നീ പറഞ്ഞ 110 അല്ലേ, ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട് 110 ഭാഗത്ത്. അങ്ങനെ ഒരു ഏരിയ ആണ് ഉള്ളത് നമ്മൾ നോർമലി എടുക്കുക. പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് അങ്ങനെ പോവാണ് ചെയ്തിട്ടുള്ളത്. ഈ ശരിക്കും നമ്മളിപ്പോ ഒരു ഇത് കണ്ടോ, അത് കറക്റ്റ് ആ ഒരു വിക്കിന്റെ 50% തട്ടിയിട്ടാണ് പിന്നെ മാർക്കറ്റ് ഇപ്പൊ ഇറങ്ങിയത് കേട്ടോ. ശരിക്കും നമ്മൾ എൻട്രി ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടുന്നത് നമ്മളിപ്പോ എടുത്ത ഭാഗത്ത് തന്നെ കിട്ടുക. കാരണം അത് തട്ടിയിട്ട് കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഭാഗത്ത് താഴത്തൊക്കെയാണ് കിട്ടുക കേട്ടോ. അതുകൊണ്ട് പിന്നെ മുൻകൂട്ടി എടുത്താലും കുഴപ്പമൊന്നുമില്ലേ. കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ട്രേഡ് കിട്ടൂല. ഇപ്പൊ അങ്ങനെ ഈ 330 നോക്കണേ. അതിങ്ങനെ ഒരു 30 ഇതിന്റെ പകുതി വരും. ഇരുപത്തഞ്ച് വരെയൊക്കെ വരും. അത് നമുക്കൊരു 31 കിട്ടുമ്പോ കട്ടാക്കാം. നമ്മൾക്ക് ഈ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് കട്ടാക്കാം കേട്ടോ. 31.4 ഇവിടെ വന്നു കഴിഞ്ഞ് കട്ടാക്കാം. പിന്നെ സേഫ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിലേക്ക് വെക്കാം. കട്ടാക്കണം എന്നുണ്ടെങ്കിൽ കട്ടാക്കാം. വലിയ ലോട്ട് ഇട്ടുള്ളവർക്ക് പാർഷ്യൽ ബുക്ക് ചെയ്യാം. അങ്ങനെ പല ഐറ്റംസും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. என்னடா தூக்கி விடுறதுக்கு மட்டும் வருவாடா, ஆனா எப்ப பாரு என்ன கண்டுக்க மாட்டேன். നോക്കാം കേട്ടോ. വിജയ് ബ്രോ கொஞ்சம் മ്യൂട്ട് பண்ணுங்க. 50 മിനിറ്റിൽ നമുക്ക് TP വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ അതാണ്. ഇനിയിപ്പോ ഈ ക്യാൻഡിൽ ക്ലോസ് ആവണം. ക്ലോസ് ആവാൻ കുറച്ച് ടൈം ഉണ്ട്. ക്ലോസ് ആവുന്ന സമയത്ത് ഇതൊരു പിൻബാറൊക്കെ ആയിട്ടാണ് വരിക. അല്ല ഡോജി ഒക്കെ ആയിട്ട് ക്ലോസ് ആവുന്ന സമയത്ത് പിന്നെ അടുത്ത ക്യാൻഡിൽ ഒന്ന് താഴെ വന്നിട്ട് ഇതിന്റെ 50 തട്ടിയിട്ട് മുകളിലേക്ക് പോവാണ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ തട്ടിയിട്ട് 50 തട്ടിയിട്ട് മുകളിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ ആദ്യം ഇതൊരു 31 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഉം. 33.2 വരെ വന്നിട്ടുള്ള. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു 1 മിനിറ്റും കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ. 5 മിനിറ്റിന്റെ ക്യാൻഡിൽ 1 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു സെൽ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അടുത്തതും സെല്ല് വന്നിട്ട് ഈ ഇതിൽ തട്ടുന്നുണ്ടാവും കേട്ടോ. ലെങ് തട്ടുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാം. ഒരു $4 ഒക്കെ ആയിട്ടുണ്ടാവും സെല്ല്. $50 ഇതിപ്പോ ഒരു പിൻബാറായിട്ട് വരുന്നുണ്ട്. 5 മിനിറ്റ് 50 മിനിറ്റിലും പുതിയ 50 മിനിറ്റ്
സെൽ ക്യാൻഡിലായിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ അടുത്തത് കുറച്ച് മുകളിൽ പോയിട്ടാണ് വരിക കേട്ടോ. കുറച്ച് മുകളിൽ പോയിട്ടാണ് വരുന്നുണ്ടാവുക. 5 മിനിറ്റ് ഇതും കൂടെ അല്ലേ, പിൻബാറും കൂടെ അല്ലേ. 3 മിനിറ്റ് ഒക്കെ സപ്പോർട്ടിംഗ് ആണ്. ബാറ്ററി ഇതിപ്പോ ഒരു 1:1 ഇറങ്ങിയിരുന്നു അല്ലേ. ഹൈ എടുത്ത് പോലും നോക്കണം. 1:1 ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുതിയ ക്യാൻഡിൽ താഴേക്കാണ്. ഈ ബൈ സൈഡ് ഒന്നുമില്ലല്ലോ ഇവിടെ. കാരണം 50 മിനിറ്റിലൊക്കെ ഇംബാലൻസ് ഫുൾ ക്ലിയർ ചെയ്തിട്ടില്ല വന്നിട്ട്. ഇപ്പൊ എടുക്കാത്ത ഏരിയയിൽ വന്നിട്ടാണ് പോയി നിന്നത് ലാസ്റ്റ് ക്ലോസ് ചെയ്തത് അല്ലേ. 50 മിനിറ്റിൽ ഇനി എടുക്കാനുള്ള ഇംബാലൻസ് ആണ് ഇത്. അടിയിലുള്ളത് അല്ല, മോൾക്കിനൊരു ചാൻസ് അല്ല മുകളിൽ അല്ലടാ, മുകളിലേക്ക് ഇനി ഇതാ പഴയ ഇംബാലൻസുകളാണ് ഉള്ളത്. അവിടെ തന്നെ അവിടെ എടുത്തു പോയതല്ല, ഇവിടെ എടുക്കാൻ ഇപ്പൊ തട്ടിയത്. ഇവിടെ ഫുള്ള് ഫില്ലാണ് അല്ലെ. ഇവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഇപ്പൊ ഫില്ലാക്കിയത്. അത് ഫില്ലാക്കിയിട്ട് പഠിക്കാണല്ലോ. ഓക്കെ ഓക്കെ, അത് സെറ്റാ. ബാക്കിയുള്ളതൊക്കെ ഫില്ലാക്കിയാണ്. കാണുമ്പോ ലെങ്ത് ഉണ്ടെങ്കിലും അവിടെ ഇംബാലൻസ് ഇല്ല. ഇംബാലൻസ് ഇല്ല, ഫില്ല് ചെയ്തിരുന്നു. ഇനിയിപ്പോ നേരെ 1 അവറിൽ മാത്രമാണ് ആ ഒരു ഇംബാലൻസ് ഉള്ളത് കേട്ടോ. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇംബാലൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു ബാലൻസ് 350. അതെന്തായാലും ഫില്ലാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസീവ് ആയിട്ട് വന്ന മാർക്കറ്റ് കറക്ഷൻ പോകുന്നത് അതുവരെ എത്തണം. പിന്നെ അത് 75 ഏരിയ കറക്റ്റ് ഫിബ് ഒക്കെ വരുമ്പോ കിട്ടും. കറക്റ്റ് ഏരിയയാണ് വരിക. കണ്ടോ, കറക്റ്റ് 75 ആ വരുന്നത് താഴെ വരെ വരുന്ന സമയത്ത്. ലൈസൻസ് ട്രാൻസ്ഫർ ആണ് നോക്കിയത്. അത് കുറെ തവണ ട്രൈ ചെയ്തു. അപ്പൊ പറയുന്നത് ലൈസൻസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പൊ നമ്മൾ അവിടത്തേക്ക് ഒരു പെർമിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം, ടെമ്പററി പെർമിറ്റ് പോലെ. അപ്പൊ അതിന്റെ എക്സ്പയറി എത്ര വരെയാണോ അതുവരെ ഖരീദിയിലോട്ട് പെർമിറ്റ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. യെസ് ബ്രോ, ഒന്ന് മ്യൂട്ടാക്കണ്ടേ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഇങ്ങോട്ട് വരില്ലേ, അത് നാളെ വേറെ ഹൗസ് കൊണ്ടുപോകണ്ടേ. ഓയ്യോ, ഒന്ന് മ്യൂട്ടാക്കി. ഇങ്ങോട്ട് വരുന്നവരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കണം. കഥ ഏസറെ, നിന്നെപ്പോ നിങ്ങള് കാണില്ലല്ലോ. ഷാദിലെവിടെ? ഷാദിലുണ്ട് അതില്. ഷാദിലെ, ഇംതിയാസ്, ജബിൻ ബ്രോ. ഉണ്ട് സാറേ, ഇവിടെ ഉണ്ട്. ഓക്കെ. എന്തായാലും ഇപ്പൊ ആദ്യം താഴേക്കാണ് വരുന്നത്. 12 മിനിറ്റ് ഒന്ന് ഫാള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് എക്സിറ്റ് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കും. ഇപ്പൊ മൊമെന്റം സ്ട്രോങ് അല്ല. ഇറങ്ങുന്ന സെല്ല് ഒന്ന് ഇമ്പൾസീവ് കിട്ടിക്കഴിഞ്ഞാലാണ് ഒന്ന് സ്ട്രോങ് ആവുക. ഒക്കെ ചെറിയ ചെറിയ ക്യാൻഡിലാണ്. അതേപോലെ 3 മിനിറ്റ് നോക്കുമ്പോഴേ ഈ ലോ ബ്രേക്ക് ചെയ്യണം 5 മിനിറ്റ്, അല്ലെങ്കിൽ അത് ഫുൾ ബോഡി ആയിട്ട് ഞങ്ങൾ ക്ലോസ് ആവണം. ഇപ്പോൾ 1 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു.
മുകളിൽ ഇവിടെ വിക്ക് ഇല്ലല്ലോ, അപ്പൊ അത് കാരണം ചിലപ്പം ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ലോ എടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാണ്. കണ്ടോ അത് പണി. ആ 15 മിനിറ്റ് ക്യാനിൽ ആദ്യം അങ്ങോട്ടായിട്ട് പോയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരുന്നുണ്ട്. അത് ആദ്യം ഇങ്ങോട്ടാ വന്നത്. ഇപ്പൊ ഇതിന്റെ 50ന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടും ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ പോവും. ഫസ്റ്റ് ഫാള് ഞാൻ കാണും ചെയ്തില്ല. ബുക്ക് ചെയ്യാൻ പറയാന്. സ്ട്രോങ് ആണ് ബൈ ക്യാൻഡിൽസ്, കുറച്ച് വിഷയമാണ്. വൺ അവറിന്റെ ക്യാൻഡിലും ക്ലോസ് ആവാനായിട്ടുണ്ട്. മാർക്കറ്റ് കുറച്ച് മുകളിൽ പോയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ടാവും. കാരണം ഈ ക്യാൻഡലിന്റെ ഹൈ ഇപ്പൊ ചിലപ്പം പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ഇപ്പൊ ഇതിന്റെ അടുത്തില്ലേ, അതേപോലെ ഇതിന്റെ ഹൈയും എടുക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ 41.2 നമ്മൾ 42 അല്ലേ ചെയ്യുന്നത്. കട്ടാക്കി. അപ്പോ ഒരു സെല്ലും കൂടി എടുക്കാൻ പറ്റുമോ ജിഷ്ണു ബ്രോ? അല്ല അത് പറ്റൂല, അത് മുകളിൽ ബ്രേക്ക് ആയിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ നിൽക്കുന്നിടത്തൊന്നും പറ്റില്ല. കാരണം ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ ആ എൻട്രി പോയിന്റ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ ഏകദേശം ഇവിടെ ഒക്കെ തന്നെ അല്ലേ വരുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്ത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് മാത്രം. ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ ഒരു ഡോജി ക്യാനിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് 50-30 ഇപ്പൊ ഇതിന്റെ 50 മിനിറ്റ് ഇനിയും ക്ലോസ് ആവാൻ ടൈം ഉണ്ട്. അതിപ്പോ 30 മിനിറ്റ് ഡോജി ഒന്ന് താഴ്ന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. താഴ്ന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 50% വരെ പിന്നെയും പോവുള്ളൂ. കുറച്ച് വിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലേ 1 അവർ, അപ്പൊ 7 മിനിറ്റും കൂടി ഇല്ലേ, അതും കൂടെ ഒന്ന് ക്ലോസ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുക കൺഫേം ആയിട്ട്. എന്നാ പിന്നെ അത് അങ്ങനെ കറക്റ്റ് പോരുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല താഴെ വരെ വരാനുള്ള ഒരു ഇതുണ്ട്. അതാണ്. പിൻബാർ ആണ് 5 മിനിറ്റ് മൊത്തം പിൻബാർ ക്യാൻഡിൽസ് ആണ്. ഇപ്പൊ ഇവിടെ ഒക്കെ കണ്ടിരുന്ന പോലെ ഇങ്ങനെ ആ മുകളിലേക്കുള്ള സപ്പോർട്ടാ വരുന്നത്. ലോ ബ്രേക്ക് ആണത്. ബോഡി ഉണ്ടായാലും മതി. ബോഡിയോട് കൂടിയിട്ട് ക്യാൻഡിൽ വരുന്നുണ്ട്. ഈ 2 മിനിറ്റിന്റെ ഇതില് പിൻബാർ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കണ്ടോ, അതൊക്കെ കറക്റ്റ് ആ ഒരു ഇതിന്റെ വിക്കിന്റെ ഒരു 50 തട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു കയറാം. പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടാണ്. ഇത് കണ്ടോ, അത് കറക്റ്റ് ഇതിൽ വന്ന് തട്ടോ. കണ്ടോ കറക്റ്റ് ആ ഒരു 50 തട്ടിയിട്ട് മാർക്കറ്റ് കയറുന്നുണ്ട്. അപ്പൊ അതിങ്ങോട്ട് ബ്രേക്ക് ആവണം. അത് ബോഡിയിട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാലാണ് സെറ്റ് ആവുക. മിനിറ്റിൽ 6 മിനിറ്റ്, 6 മിനിറ്റിലൊക്കെ ബൈക്കാനിലാവാൻ വലിയ പണിയൊന്നുമില്ല. ഇൻസൈഡ് ബാർ റേഞ്ച് ആയിട്ട് ചിലപ്പോൾ ക്ലോസ് ആവും.
ഇതിന്റെ ലോ എടുത്താലെങ്കിലും നമുക്ക് എക്സിറ്റ് അടിക്കും. ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും താഴെ വരുന്നുണ്ടാവും. ആറ് മിനിറ്റും കൂടെ ഉണ്ട് 30 മിനിറ്റ് ഒക്കെ ക്ലോസ് ആവാൻ കേട്ടോ. എന്തായാലും മാർക്കറ്റ് ഇവിടെ ഇങ്ങോട്ടുള്ളതാണ്. ചിലപ്പം ലിക്വിഡിറ്റി മുകളിൽ എടുത്തിട്ടാവും. നോക്കാം. 5 മിനിറ്റ് ഒക്കെ പോകുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ഇത് പിടിച്ചിട്ടാ പോകുന്നത്. റേഞ്ചായി മൊത്തത്തിൽ. ഇപ്പൊ 5 മിനിറ്റ് ഒക്കെ നോക്കുമ്പോ ഉണ്ടോ കറക്റ്റ് ഈക്വൽ ഹൈ ആണ്. വിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോരുമോ എന്നുള്ളത് നോക്കണേ. ഉം, 2 മിനിറ്റും കൂടെ, അതായത് 5 മിനിറ്റ് 2 മിനിറ്റ് ആവും. 12 സെക്കൻഡ് പോലെ. 3 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റിൽ മോള് ഇതും വന്നപ്പോ സ്റ്റോം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് അതായത് സെൽ ക്യാൻഡിലാണ് ഇത് വന്നത്. ഇന്ന് മോള് പോവാണെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റിയും കൂടെ എടുത്തിട്ട് ഇറങ്ങുമെന്നുള്ളത് നോക്കാം. വേറെ എന്താണ് മൊത്തത്തിൽ ട്രേഡിങ്ങിന്റെ അവസ്ഥ? ഗെയ്സെ പറയൂ. ഇത് എന്തായാലും നോക്കാം നമുക്ക്. അതടക്കട്ടെ. ഏസലെ എന്താ അവസ്ഥ പറയടാ. ഇന്ന് ട്രേഡ് പോരാ, സുഖമില്ല. എന്താ ഇന്നലെയും ട്രേഡ് പോരാ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലെ. ഇന്നലെ ഞാനും മറ്റേ ഗ്രൂപ്പിലൊന്നും നമ്മൾ സിഗ്നലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇതായിട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെയും ഓബി ഒന്നും അങ്ങനെ വാലിഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടാണ് ഓരോ ഓബിയും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പിന്നെ മൊത്തത്തിൽ എന്തായിരുന്നു, റേഞ്ച് ആയിരുന്നു അല്ലെ. റേഞ്ചിൽ പിന്നെ ഈ സ്കാൽപ്പിംഗ് ആയിട്ട് ചെയ്യുന്നവർക്ക് വല്ലതും നടക്കും തന്നെ ഉള്ളൂ. അല്ലാണ്ട് ലോങ് പൊസിഷൻ കിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് നോക്കിയിരുന്നില്ല എല്ലാരും. അതേത്തേട്ടാ എന്താ അവസ്ഥ? കറൻസിയും ഗോൾഡ് എല്ലാം ഉണ്ടല്ലോ സീല്. ഇടയ്ക്കിടയ്ക്ക് നല്ലത് കിട്ടുമ്പോ ചെയ്യും. ഞാൻ ഇന്ന് അധികം ചെയ്തിട്ടില്ല. കറൻസി നോക്കി ആണല്ലേ. ആ ആ ആ ആ, ചെയ്തു, പക്ഷെ കൺഫർമേഷൻ ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ചെറുപ്രാന്ത്. ഉം. പിന്നെ അൻസാർക്ക എന്തൊക്കെയാ? അൻസാർക്കടെ അൻസാർക്കാന്റെ മാർക്കിങ്സ് ഒക്കെ അടിപൊളിയാണ്. ട്രേഡ് ആ എടുത്തിരുന്നോ? പറയ്. ഇപ്പൊ എടുത്ത് ആ കുറച്ചിറങ്ങിയപ്പോ അടിച്ചു. അപ്പൊ തന്നെ CP ആയിട്ട് വെയിറ്റ് ചെയ്തൊന്നുമില്ല. ആണല്ലേ. ആ ഞാനത് ആ സംഭവം ഒരു $4-5 ഇറങ്ങിയിരുന്നത്. അപ്പോ അന്നേരം ഞാൻ അടിച്ചത്. ഞാൻ പറയാൻ ഞാൻ വിട്ടു. അത് പെട്ടെന്നല്ല വരിക, ഒരു വിക്ക് ഇങ്ങോട്ട് നല്ല താഴ്ത്തി വരല്ലേ ഇത്. അതൊക്കെ പിന്നെ നിങ്ങൾ എടുത്തു അതെ കഴിഞ്ഞാൽ അതെ. പിന്നെ നിങ്ങളെ അങ്ങോട്ട് മിന്നണട്ടോ. എങ്ങനെ കറക്റ്റ് ഇത് വെച്ചിരിക്കരുത്. നോക്കിയിട്ട് അങ്ങോട്ട് കണ്ണിങ്ങിൽ ചെയ്യാം. പിന്നെ ചാൻസസ് അതെ ഉള്ളത് കറക്റ്റ് 24 അങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ എടുത്ത് വെക്കാം. ട്രേഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ റിസ്ക് ആണ്. അപ്പൊ നമുക്കിതിപ്പോ ആർക്കും 100% അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 എങ്കിലും വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ റിസ്ക് റിവാർഡ് 1:1 1:2 അങ്ങനത്തെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ SL TP എന്നുള്ള ലെവലിൽ അങ്ങോട്ട് വിട്ടിട്ട് പോവാം. SL വെക്കുക, TP വെക്കുക, പോവാ. 1:1 ആണെങ്കിൽ 1:1, 1:2 ആണെങ്കിൽ 2 വെക്കുക. അതല്ല സ്കാൽപ്പിംഗ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ, ചെറിയ ട്രേഡ് ഒക്കെ കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് പോണ ആൾക്കാർ $4 $5 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം.
പിന്നെ വലിയ ലോട്ടുകൾ ഇടുന്നവരുണ്ടാവും. ചിലര് 0.05 0.1 ഒക്കെ ഇടുന്നവരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണംന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഹാഫ് ബുക്ക് ചെയ്യണം. $4 to $5 ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഹാഫ് ബുക്ക് ചെയ്യുക, ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ആ റിസ്ക് മാനേജ്മെന്റിൽ വരുന്നതാണ്. പിന്നെ അധികം വല്ലാണ്ട് നിന്ന് റേഞ്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേഞ്ചർ തന്നെ. കാരണം മാർക്കറ്റ് റേഞ്ച് ഉണ്ടാക്കുന്നത് എന്തിനാ? ലിക്വിഡിറ്റീസ് ഉണ്ടാക്കുകയാണ് താഴെയും മുകളിലുള്ള. ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും. അത് ഒരു പണിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ഇപ്പൊ ഇത് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ താഴേക്കും ലിക്വിഡിറ്റീസ് ഉള്ളതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് താഴെ വരുമെന്നുള്ളതിന്. അങ്ങനെ പിന്നെ ഇതിൽ കുറെ പേര് പുതിയതായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിന്റെ പുതിയ പേര് കുറെ പേരുണ്ട് ഇതിൽ. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ എല്ലാം വരും കേട്ടോ, കാര്യങ്ങൾ കത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ. പിന്നെ റിസ്ക് ആക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് കോസ്റ്റിൽ വേണമെങ്കിൽ കോസ്റ്റ് നോക്കട്ടെ. റേഞ്ച് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ. 15 സെക്കൻഡ് ഇനി പുതിയ ക്യാനൽ എന്തായാലും ഓപ്പൺ ആയിക്കോട്ടെ കേട്ടോ. ഓപ്പൺ ആയാൽ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴത്തേക്ക് വരുന്നുണ്ടാവും. 50 മിനിറ്റിന്റെ ക്യാൻഡിലും ഒരു ഡോജി ആയിട്ട് സെൽ ക്യാനലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ക്യാനൽ പോവുകയാണെങ്കിൽ ഈ ലിക്വിഡിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാബ് ചെയ്യാം. അപ്പൊ കുറച്ച് സെല്ലും അങ്ങോട്ട് മുകളിലേക്ക് വെച്ചാൽ മതി. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം മുകളിലേക്ക് ഇപ്പൊ 30 മിനിറ്റ് 1 അവർ കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. 1 അവർ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ. ഇനിയിപ്പോ ഇതിന്റെ 50 കഴിഞ്ഞു. 4 അവർ ആണല്ലേ. അപ്പൊ ഇതിന്റെ 50 വരെ ഒന്നും കൂടെ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 39 അത് പോയിട്ട് താഴേക്ക് വരും. അല്ലെങ്കിൽ പിന്നെ താഴെ വന്നിട്ട് മുകളിലേക്ക് പിന്നെ ബോഡിയോട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ SL ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാൻ നിൽക്കണ്ട. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി. ബാക്കിയുള്ളത് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. അപ്പൊ നല്ല ഇമ്പൾസീവ് മൂവ്മെന്റ് കിട്ടണം. ട്രേഡൊക്കെ ലൈവ് എടുക്കുമ്പോഴേ അത് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ട്രേഡ് ഇട്ട് കഴിഞ്ഞാലും മാർക്കറ്റ് അവിടെ സ്റ്റെക്കാണ്. പിന്നെ ഇന്ന് രാവിലെ തൊട്ടിട്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റെക്കാണ്. ഒരു ഭയങ്കരതായിരുന്നു മാർക്കറ്റ്. തീരെ റേഞ്ച് ആയിട്ട് ഒളിയേ ഉണ്ടായിട്ടില്ല ഇന്നത്തെ മാർക്കറ്റിൽ കേട്ടോ. ഇന്നിപ്പോ ഇപ്പോ വൈകിട്ട് ഒരു ചെറിയൊരു മറ്റേ താരിഫിന്റെ ഒരു ചെറിയൊരു ന്യൂസ് വന്നപ്പോഴാണ് ഈ വലിയൊരു അടി അടിച്ചത്. പിന്നെയും മാർക്കറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ നിന്നത്. അത് കണ്ടില്ലേ, 5 മിനിറ്റ് ആണ്. അത്യാവശ്യം മാർക്കറ്റ് ഫുള്ള് പിന്നെ അവിടെ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും എന്ന് തോന്നുന്നുണ്ട്. മാർക്കറ്റ് ഇമ്പൾസീവ് ആയി പോയി. ശരിക്കും കറക്ഷൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരികയാണ് വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യണ്, മാർക്കറ്റ് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിന്നിട്ടാവും ചിലപ്പം ഇറങ്ങി വരിക. അങ്ങനെ എന്തായാലും നോക്കാം ഇറങ്ങുമോ ഇല്ലയോ എന്ന്. ഉം. 1 അവറിനൊക്കെ പിന്നെ പുതിയ ക്യാനലാണ്. 4 അവറൊക്കെ എന്താ അവസ്ഥ? 4 അവർ പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ഒക്കെ എടുത്തിട്ടാണ് 4 അവർ നിൽക്കുന്നത്. ഹൈ എടുത്തിട്ട് മാർക്കറ്റ് താഴെ പോയതാണോ എന്നറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് താഴ്ന്ന് കിട്ടും. ഫിഫ്റ്റി എത്തിയിട്ടില്ല അല്ലേ. കൂടെ വരണം. ഫിഫ്റ്റി എത്തിയിട്ടില്ല കേട്ടോ. ട്രേഡ് ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിൽക്കുകയാണല്ലോ. നല്ല റേഞ്ചായി മൊത്തത്തിൽ. വൺ മിനിറ്റ് ഒന്ന് നോക്കി നോക്കാം മൂവ്മെന്റ് കാണാൻ വേണ്ടിട്ട്. അത് നടക്കുള്ളൂ. ഇപ്പോ മറ്റേലൊന്നും മൂവ്മെന്റ് കിട്ടുന്നില്ല.
ഇതൊക്കെ കണ്ട കറക്റ്റ് ഈക്വൽ ഹൈ ആണ് ഇതൊക്കെ. ഹൈ ഈക്വൽ ഹൈ ലിക്വിഡിറ്റി അതാണ് സംഭവം. എന്ത് കൊണ്ടടാ മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്താലെങ്കിലും മതിയായിരുന്നു. മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങും. അത് എടുക്കണില്ല, താഴെ എടുക്കണില്ല, അതിന്റെ ഉള്ളിൽ നിൽക്കുക. ഏസലെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് കാട്ടാനാ ദിലീപേട്ടൻ പറഞ്ഞത്? നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണ നല്ലത്. അതാണ് നല്ലതെന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ 50% മാർക്കറ്റ് എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കാം. 30 ഇട്ടുണ്ട് കേസ്. ഇനി ഇറങ്ങുമോ എന്ന് നോക്കാം. 30 കഴിഞ്ഞിട്ട് 30 മുകളിലേക്കന്നെ ക്യാൻഡിൽ ഓപ്പൺ ആയി 5 മിനിറ്റ് ഓപ്പൺ ആയി അല്ലേ? 5 മിനിറ്റ് എല്ലാം ലോ ഒന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. മിനിറ്റ് അതിന്റെ 50% തട്ടിയിട്ടാണ് വരുന്നത് ഈ ക്യാൻഡലിന്റെ. അപ്പൊ ഇനി അതാണ് ഒരു പോപ്പ് വിക്കിന്റെ കണ്ടോ. അപ്പൊ ഇനി താഴെ വരുമോ നോക്കാം. ഇത് ലോജിയായി താഴെ വന്ന് ക്യാൻഡലായി വന്ന് ഇങ്ങോട്ടെത്തണം. മൊമെന്റത്തിനനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഇമ്പൾസീവ് ആയിട്ട് മോള് പോയി വേറെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് അങ്ങനെ പറക്കുന്നുണ്ടാവും. പറക്കാൻ ജിഷ്ണു സാർ എന്താ ഫുള്ള് സീരിയസ് മോഡ്? സാധാരണ SL DP വെച്ചാൽ നമ്മൾ കഥ പറയാറില്ല പതിവ്. എന്താ ചെയ്യാ? അപ്പൊ റേഞ്ച് ആയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കഥ. നമുക്ക് വേറെ കഥ പറയാന്നേ. അപ്പൊ ഇതിന്റെ ടെൻഷൻ കുറയൂ. അത് SL പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് നോക്കായിരുന്നു. ആ മുകളിൽ നിന്ന് നേരെ സെല്ല് പൂശിക്കൊണ്ട് 52 54 കേട്ടോ. ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാല് അത് മോളിക്കും പോകുന്നില്ല. ആളെ ഇറങ്ങല് കാണും ചെയ്തില്ല ഞാൻ. അപ്പൊ ബുക്കിക്കോന്ന് പറഞ്ഞു. മാർക്കറ്റ് റേഞ്ച് ആണല്ലോ. സുനിലേട്ട് അവിടെ ഓൺലൈനിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാണ് ഡയറക്റ്റ്. ഷാർജ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അത് തീരുമാനമാക്കാൻ വേണ്ടിട്ട്. നമ്മൾ കഴിഞ്ഞ ലൈവ് തന്നെ അല്ലേ ഇതിന് ഞാൻ ക്ലാസ് കിട്ടി. ക്ലാസ്സും കട്ട് ചെയ്ത് പോയിട്ടൊക്കെയാണ് TP അടിച്ചത്. നമുക്ക് അതൊന്ന് പയറ്റി നോക്കിയാലോ കേസ് എന്നാ? അതാവും നല്ലതെന്നൊക്കെ തോന്നുന്നത്. SL അവിടെ ഇരിക്കട്ടെ. വൺ മിനിറ്റിലെങ്കിലോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അങ്ങനെ മോളിക്ക് പോകണ്ടല്ലേ. അടുത്തൊരു സെൽ ക്യാനിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും കേസ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഒന്നും വേണ്ട. സ്ട്രക്ചർ ആവും ഇനി ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഒരു ഹൈ ലോ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആവും. ക്ലോസ് ആവണം. 1 മിനിറ്റും കൂടെ ഉണ്ട്. എന്താണ് കേസ്?
ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ പിന്നെ മോളിക്ക് തന്നെ പോകണം കേട്ടോ. നോക്കാം. 1 മിനിറ്റ്. സ്ട്രോങ് ആവില്ലേ, ഫുള്ള് ഡോജിയാ. അതൊക്കെ 1 മിനിറ്റിലൊക്കെ ക്യാൻഡിൽ കണ്ടില്ലേ, ഫുൾ ഡോജീസ് ആണ്, റേഞ്ച് ആണ്. സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ കട്ടാക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. SL വെക്കുക, TP വെക്കുക, അസ്സലാമു അലൈക്കും പറയാം, പോകാം. ഈക്വൽ ഹൈ എടുത്തില്ലേ അപ്പൊ? ഈക്വൽ ഹൈ ഇപ്പൊ എടുത്തു. ആ വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബോഡി ആണെന്നുണ്ടെങ്കിൽ പണിയാവാതെ അങ്ങനെ പോവും. വിക്കാണ് 5 മിനിറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടിക്ക് ഇതാന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവും. 50 മിനിറ്റ് പിന്നെ 5 മിനിറ്റും കൂടെ ഉണ്ട്, നോക്കാം. അത് 4 ഡോജിയായിട്ട് കിട്ടിയിരുന്നത്. ഓ പോണം. ഇമ്പൾസീവ് വരുമ്പോ പ്രശ്നടാ. ഇമ്പൾസീവ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് തന്നെ പോയി. ലിക്വിഡിറ്റി എടുത്തതിന്റെ ഒരു പവർ ആയിരിക്കും. അപ്പൊ ആദ്യം ഇങ്ങോട്ടല്ല വരുന്നത്, ആദ്യം അങ്ങോട്ട് പോകണം, എന്നാലും പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ. ഇമ്പോർട്ടൻ്റ്. മുകളിൽ വിക്ക്, ഒരു പൊടിക്ക് വിക്ക് വന്നിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. ഒരു ലോയും കട്ടാവുന്നില്ല, അതൊരു പ്രശ്നം. ഒരു 5 മിനിറ്റിനൊക്കെ ക്യാൻഡിലൊക്കെ തുടക്കം ബോഡിയോട് കൂടിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടണം, അപ്പൊ നമുക്ക് സ്ട്രോങ് എന്ന് പറയാം. പിന്നെ ഇപ്പൊ ഇതിൽ ഈ ലിക്വിഡിറ്റി എടുത്തു, 1 ഹവറിന്റെ 50% വന്നു. 1 ഹവറോട് റോജി ക്യാൻഡലിന്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഇതിന്റെ 50 വന്നു. എല്ലാം കൊണ്ടും ചെറിയൊരു കറക്ഷൻ വരേണ്ട ഇതിലാണ്, നോക്കാം. കറക്റ്റ് ആ ലോ നിന്ന് നിർത്തി പോകണുണ്ട്. ആണ് PMA നോക്കുമ്പോഴും ഒന്നും ബോഡി ആയിട്ട് അടിക്ക് ക്ലോസ് ആവണില്ല, കട്ട് ക്ലോസ് ചെയ്ത് എല്ലാം വിക്ക് മാത്രമായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്. മാത്രമായിട്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് EML. പിന്നെ ഇവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ, അത് കണ്ടോ, അതൊക്കെ ഫുള്ള് ലിക്വിഡിറ്റിയാ. മാർക്കറ്റ് ഈ എടുത്ത പോലെ ഇപ്പൊ ഈ ഒരു ഫാള് വന്നില്ലേ, ആ ഒരു ഫാള് പോലെ തന്നെ ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിട്ട് ഒരു ഇറങ്ങും. അത് എവിടുന്ന് ഇറങ്ങും എന്നുള്ളതാണ്. ചിലപ്പോ ഹൈ സൈഡ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ടാവും ഇറങ്ങുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ അത് നല്ല സെല്ല് മുകളിന്ന് ആ 60 ഏരിയന്ന് സെല്ല് നോക്കിക്കൊണ്ടു. പിന്നെ ബൈ ആണെന്നുണ്ടെങ്കിൽ ഈ താഴത്തുനിന്ന് ബൈ നോക്കിക്കൊണ്ടു. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് കേട്ടോ, ഒക്കെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് ഇതൊക്കെ. ഇതൊക്കെ ചിലപ്പോൾ ഇമ്പൾസീവ് ആയിട്ടാവും വരുന്നുണ്ടാവുക, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുത്താൽ മതി. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കരുത്. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് അടുത്തത് എന്നാവും പോവുക, അതൊക്കെ നോക്കിക്കൊണ്ടു. ഈ ബ്രേക്ക് ചെയ്തു. 42 പറഞ്ഞ സെല്ല് ഗേസ്. അപ്പൊ അത് SL അടിച്ചിട്ടുണ്ടാവും കേട്ടോ, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും.
കാരണം ബ്രേക്ക് ചെയ്തു. ഇനി മാറ്റി മാറ്റി കൊണ്ടുപോകണ്ട കേട്ടോ. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ മാറ്റാൻ നിൽക്കണ്ട. അത് അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ. അടുത്ത് മുകളിൽ നിന്ന് പിടിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് ബൈ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അലാറം സെറ്റ് ഓക്കെ ചെയ്തേക്കാം. ആ ഓക്കെ. അപ്പൊ അത് അങ്ങനെ. എന്നാ അടുത്തതിൽ കാണാം നമുക്ക്. ക്രിക്കറ്റ് ഈ ഒരു ബൈ നോക്കിക്കൊണ്ട് കേട്ടോ. 24 അവിടുന്ന് ഉള്ള ബൈ നോക്കുക. കാരണം ലിക്വിഡിറ്റി ഇപ്പത്തെ ലിക്വിഡിറ്റി എടുത്തില്ലേ, ആ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇങ്ങനെ പോരുണ്ടാവും. അത് കറക്റ്റ് വിക്ക് ഇട്ടിട്ട് എടുത്തത്. കുറെ മോളിക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഇങ്ങനൊക്കെ വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ സോ നോക്കൂ ഗൈസ്. എന്നാ ശരി, ബൈ. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ.